കർത്താവ് തൻ്റെ വാഗ്ദത്തം പാലിച്ചിട്ടില്ല. ദൈവം ഒരു വാഗ്ദാനം നൽകുമ്പോൾ അത് വിശ്വാസത്തോടും ധൈര്യത്തോടും സന്തോഷത്തോടും കൂടെ സ്വീകരിക്കണം. ചിലപ്പോൾ ആളുകൾ പറയും കർത്താവ് തൻ്റെ വാഗ്ദാനം പാലിച്ചില്ലെന്ന്. എന്നാൽ അത് സത്യമല്ല. ദൈവം വാഗ്ദാനങ്ങൾ പാലിക്കുന്ന ദൈവമാണ്. അവൻ ഒരിക്കലും തൻ്റെ വാഗ്ദാനത്തിൽ നിന്നും പിന്മാറുന്നില്ല. പലപ്പോഴും ദൈവത്തെ വിശ്വസിക്കാനും ദൈവം നൽകിയിട്ടുള്ള കാര്യങ്ങൾ സ്വീകരിക്കാനും നാം മടിയുള്ളവരായി തീരുന്നതുകൊണ്ടാണ് നമ്മുടെ വാഗ്ദാനങ്ങൾ പലപ്പോഴും വൈകിപ്പോകുന്നത്. കനാൻ ദേശം ഇസ്രയേലിന് യഹോവ വാഗ്ദാനം ചെയ്യുമ്പോൾ അത് അന്ന് തന്നെ അത് അവരുടേതാണ് എന്ന് പ്രഖ്യാപിച്ചു. വേദപുസ്തകത്തിൽ സംഖ്യാപുസ്തകം 13-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളിൽ ഇങ്ങനെയാണ് പറയുന്നത്: യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, ഇസ്രായേൽ മക്കൾക്ക് ഞാൻ കൊടുപ്പാനിരിക്കുന്ന കനാൻ ദേശം ഉറ്റുനോക്കേണ്ടതിന് ആളുകളെ അയക്കാം. അതത് ഗോത്രത്തിൽ നിന്നും ഓരോ ആളെ അയക്കണം. എല്ലാവരും പ്രഭുക്കന്മാരായിരിക്കണം. ദേശം കൈവശപ്പെടുത്തണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനല്ല, മറിച്ച് അത് ഒറ്റുനോക്കുവാനാണ് അവരെ അയച്ചത്. എന്നാൽ ഒറ്റുകാർ തിരിച്ചെത്തിയപ്പോൾ ആളുകൾ ആ രാത്രി മുഴുവനും വളരെ വേദനയോടെ കരഞ്ഞു. പ്രശ്നം അവർ കണ്ട ദേശമായിരുന്നില്ല, അവർ പറഞ്ഞ വാർത്തകളുമല്ലായിരുന്നു, മറിച്ച് വാർത്തകൾ പറഞ്ഞ റിപ്പോർട്ടർമാരായിരുന്നു. അതിൽ 10 പേർ ദൈവമൊഴികെ മറ്റെല്ലാം നന്നായി അവതരിപ്പിച്ചു. അവർ ശത്രുക്കളുടെ ശക്തിയെപ്പറ്റിയും സ്വന്തം ബലഹീനതയും അവരുടെ മുൻപിലുള്ള തടസ്സങ്ങളും എന്നിവയായിരുന്നു അവരുടെ റിപ്പോർട്ടിൽ കൂടുതൽ ഉണ്ടായിരുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ചും ദൈവത്തിൻ്റെ വാഗ്ദത്തത്തെക്കുറിച്ചും ദൈവം അവരോട് കൂടെയുണ്ട് എന്ന് സംസാരിക്കുന്നതിൽ അവർ പരാജയപ്പെട്ടു. വിജയം കാണുന്നതിന് പകരം അവർ പരാജയം സങ്കല്പിച്ചു. ദൈവം അവർക്ക് വാഗ്ദത്തം ചെയ്ത ഭൂമി നൽകാൻ പരാജയപ്പെട്ടു എന്നല്ല അതിൻ്റെ അർത്ഥം. ദൈവം ഇതിനോടകം താൻ വാഗ്ദത്തം ചെയ്ത കാര്യങ്ങൾ സ്വീകരിപ്പാൻ ആളുകൾ വിസമ്മതിച്ചു എന്നതാണ് അതിന് കാരണം. ഈ അവിശ്വാസം കാരണം ദൈവം മോശയോട് ചോദിച്ചു, ഈ ജനം എത്രത്തോളം എന്നെ നിരസിക്കും? ഞാൻ അവരുടെ മധ്യേ ചെയ്തിട്ടുള്ള അടയാളങ്ങളൊക്കെയും കണ്ടിട്ടും അവർ എത്രത്തോളം എന്നെ വിശ്വസിക്കാതെ ഇരിക്കും? സംഖ്യാപുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ ദൈവത്തിൻ്റെ വാഗ്ദത്തത്തെ നിരസിക്കുന്നത് ദൈവത്തെ തന്നെ നിരസിക്കുന്നതിന് തുല്യമാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. അവിശ്വാസവും അനുസരണക്കേടും ഒരുമിച്ച് പോകുന്നു. ദൈവം പറഞ്ഞ കാര്യം ആദ്യം അനുസരിക്കുവാൻ നാം വിസമ്മതിക്കുമ്പോൾ പിന്നീട് കൂടുതൽ അനുഗ്രഹങ്ങൾ ദൈവത്തോട് ചോദിക്കുവാൻ നമുക്ക് കഴിയുകയില്ല. ആ 12 ഒറ്റുകാരിൽ 10 പേർ ജനത്തെ നിരുത്സാഹപ്പെടുത്തി. അവർ ഭയം പരത്തി. ഭയം അവരിൽ വർദ്ധിച്ചു വന്നു. ഭൂരിപക്ഷം ആളുകളും അവർ പറഞ്ഞത് കേട്ട് ഭയപ്പെട്ടപ്പോൾ ഒരു ജനത മുഴുവൻ മുൻപോട്ട് പോകുവാൻ വിസമ്മതിച്ചു. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ സ്വീകരിക്കുന്നതിൽ ആളുകൾ പരാജയപ്പെടുന്നതിൻ്റെ 2 പ്രധാന കാരണങ്ങൾ ഇവിടെ നാം കാണുന്നു. 1, ഭയം. 2, ആളുകളുടെ വ്യത്യസ്തമായ മനോഭാവങ്ങൾ. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ അനുസരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇവിടെ അനുസരണത്തെപ്പറ്റി നേരിട്ട് പരാമർശിച്ചിട്ടില്ലെങ്കിലും അതെപ്പോഴും അനിവാര്യമാണ്. വിശ്വസിക്കുവാനും അനുസരിക്കുവാനും ദൈവം പറഞ്ഞ കാര്യങ്ങൾ സ്വീകരിക്കുവാനുള്ള അനുസരണം ഉണ്ടായിരിക്കണം. ഇവിടെ ഇസ്രായേലിന്റെ പ്രതികരണം നോക്കൂ. ദൈവിക വാഗ്ദത്തത്തിലേക്ക് മുൻപോട്ട് പോകുന്നതിന് പകരം അവരുടെ അടിമ വീടായ ഈജിപ്തിലേക്ക് മടങ്ങിപ്പോകുവാൻ ആഗ്രഹിച്ചു. വാഗ്ദത്തത്തെക്കാൾ അടിമത്തത്തെയാണ് അവർ ഇഷ്ടപ്പെട്ടത്. വിശ്വാസമില്ലാത്ത സുരക്ഷയും ദൈവിക അനുസരണത്തിനു പകരം അവരുടെ മുൻകാല പരിചയവും ജീവിത അനുഭവങ്ങളുമാണ് അവർ ആഗ്രഹിച്ചത്. പ്രിയ സുഹൃത്തെ, അവിശ്വാസം കാരണം പലരും പുരോഗമിക്കുന്നതിൽ പരാജയപ്പെടുന്നു. ചിലപ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ അമിതമായി വിശകലനം ചെയ്യുന്നതിലൂടെ അവൻ്റെ വചനത്തിൽ വിശ്വസിക്കുന്നതിന് പകരം മനുഷ്യന്റെ അംഗീകാരം തേടുന്നതിലൂടെയും നമ്മോടുള്ള ദൈവത്തിൻ്റെ ഏറ്റവും ഉത്തമമായ വാഗ്ദത്തങ്ങൾ നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട്. ദൈവത്തിൽ ആശ്രയിക്കുക, വിശ്വാസം മുറുകെ പിടിക്കുക. ദൈവം വാഗ്ദത്തം ചെയ്തത് നിർവഹിക്കുവാൻ കഴിവുള്ളവനാണ്. പാലിക്കപ്പെടാത്ത ഒരു വാഗ്ദത്തവും ദൈവം നൽകിയിട്ടില്ല. വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനാണ്. ഒരു അനുഗ്രഹിക്കപ്പെട്ട മാസം നിങ്ങൾക്ക് ആശംസിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.